അവിടെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ സമയം 10 മണി. എന്നേത് ഡേറ്റ്? 26 കേട്ടോ. കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞാണ് ഞാൻ നാട്ടിലെത്തി. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ നാട്ടിൽ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു പനി വന്നുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ നാട്ടിലെത്തുന്നത്. അപ്പോൾ ഇനി സെപ്റ്റംബർ 2 നമ്മൾ അടുത്ത ട്രിപ്പ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബേപ്പൂർ ബീച്ചിൽ പോയി. നമ്മളെ സുഹൃത്ത് മർസു കുറേ മീൻ നമ്മളെ കയ്യിൽ തന്നു. ആ മീൻ ഇവിടെ നിന്ന് ചൂടാണ്. ഓക്കെ, നമ്മളെ വീഡിയോഗ്രാഫർ മുസ്താഖ്. അപ്പൊ കർപ്പൂരം വാങ്ങില്ലേ, എന്താ ചെയ്യാ? കർപ്പൂരല്ല എനിക്ക് പെട്രോൾ വണ്ടി നിർത്തും, സൽമാൻ വണ്ടി. അപ്പോൾ നമ്മൾ ജില്ലയിൽ നല്ല പരിപാടികളാണ്. മീൻ ഇവിടെ ഉണ്ട്. മീൻ കാണിച്ചു. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും നമ്മൾ നാട്ടുകാരുണ്ടെങ്കിലൊക്കെ വിളിച്ചിരിക്കണേ. അതാണോ മീൻ നോക്കി കാണിച്ചു കൊടുക്കും. അടി കാണിച്ചു കൊടുക്കും. ഇതൊരു മീന്, ഇത് വേറെ മീനുകൾ. ആവോലി, പിന്നെ ഏതൊക്കെയാണ്? ആവോലി, പിന്നെ അമൂറ്, വേറെ ഏതൊക്കെയാണ്? ആമൂലി, അമൂറ്, പിന്നെ ചേമീന്, മറ്റേ ചെമ്പലിൻ്റെ, അതാണ് ഗ്രില്ല് ചെയ്യുന്നത്. വായൻ്റെ അവിടെ വെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് വായൻ്റെ ബാക്കി അവിടെ കാഴ്ച കാണിച്ചു കൊടുക്കും. എത്ര കളിയാണ് തോൽപ്പിച്ചിരുന്ന സമയം ഓടുന്ന. അപ്പം നമ്മളെ തീ കത്തിക്കാൻ വേണ്ടിയിട്ടേ, തീയല്ല എന്താണ്, കനൽ കത്തിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ സ്പോട്ടിൻ്റാണ് പരിപാടി. നല്ല ജലദോഷവും കാര്യങ്ങളായതുകൊണ്ടേ സൗണ്ട് പോയിക്കുന്നു. സന്ധ്യക്കൊരു സൂചി വെച്ചിട്ടു. പിന്നെ ഗുളിക കുടിച്ചാണ് ഈ പെട്രോൾ നമ്മൾ ഊറ്റിയാണ്. എന്താ മുത്തേ അങ്ങനെ പറയുന്നത്? ഇത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ പെട്രോളിലേക്ക് വരുന്ന ഇത് കാണിച്ചാൽ ഇത് കൊണ്ടുവന്ന ഇങ്ങനെ ഊരും നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. കുറച്ച് പെട്രോൾ എടുക്കും. എൻ്റെ കൈ കൂടെ ആ പെട്രോളായി. അല്ല, പെട്രോളിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ എന്നും അഡിക്ഷൻ ആക്കണേ. പെട്രോൾ എനിക്ക് ഭയങ്കര ഇഷ്ടത്തിൻ്റെ മണം. ഇപ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ ഛർദ്ദിക്കും. അത് ശരിക്കും പൂട്ടിയില്ലേ? എന്നാ നോക്കാം, വിട്ടില്ലല്ലോ. പെട്രോളിൻ്റെ മണല്ല ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ? പെട്രോൾ മണമൊക്കെ ഇതിപ്പോൾ കയ്യുമ്പോൾ ആയിഞ്ഞല്ലോ കഴിക്കണം. ക്ലബിലല്ലേ? നമ്മൾ ക്ലബ്ബാണ് നാട്ടിലത്തെ. എന്നാ പെട്രോൾ എത്തി. ഇതിലേക്ക് പാരുന്ന ഇവിടെ വയറിലാവും. പോട്ടോ അങ്ങനെയല്ലേ കാട്ടി കുടിച്ചോ. പെട്രോൾ കൈമാറി. അങ്ങനെ കത്തൂല, പെട്രോളാണതേ. അങ്ങനെ കയ്യുമ്പക്ക് വരും. ഇവൻ വിഡി എന്ന് പറഞ്ഞ പമ്പര വിഡി. അങ്ങനെ കത്തിച്ച കജ്ജടക്കം മുഖം പോലെ. ഇത് കുറച്ചുകൊണ്ട് പോയി. ആ വണ്ടി മക്കളോട് പോയി. ഞാൻ സാധനം കുറച്ചുകൂടി ഇട്ടോക്കെ ഇങ്ങനെ ഒരു പണിക്കും കൂടാതെ എല്ലാത്തിലും ഉണ്ടാവുക. പണി എടുക്കാതെ ഇതിന് ഈ ചാടൊക്കെ പരിപാടി തെറ്റാണ്.
പണ്ടാരി ഫുള്ള് ഏറ്റിട്ട് സഡൻ ഡെത്ത്. ഞങ്ങൾ അനാഥരാണ്. നമ്മള് ഇതൊന്നും ഒന്ന് മാറുന്നതാണ് കത്തിച്ചെറിയ കത്തിക്കണം. അതൊന്നും സംഭവിക്കില്ല സുഹൃത്തുക്കളെ. ഒന്നൊന്ന് മറ്റേ വരുന്ന ഇവിടെ എന്തോ സ്മെല്ലുണ്ട് കേട്ടോ. അന്ന് കാര്യമായിട്ട് കൊണ്ടുവന്നത് ഗ്യാസൊക്കെ ഉണ്ടല്ലോ. ഇതൊന്ന് കത്തിച്ചങ്ങനെ എടാ പെൻസിൽ തീട്ട പെൻസിൽ നടക്കൂല. ഇങ്ങനെ കുത്തനെ പിടിച്ചാൽ എന്റെ കജ്ജിമക്ക് കയറൂലേ. കിട്ടിയോ? അവിടെ മറ്റേ പീപ്പ് കൊടുക്കൊണ്ടിട്ടോ. എന്റെ എല്ലാവർക്കും അറിയാതെ കൊടുത്താലും കർപ്പൂരം കടിക്കാം. അയ്യോ കുളത്തല്ല പറഞ്ഞിട്ടുണ്ടല്ലോ. ഇറക്കില്ല, ആരും പറഞ്ഞിട്ടില്ല. അത് കത്തി പോയിക്കോട്ടെ. ഞാൻ അതിന്റെ പൂളുകൾ ഇങ്ങനെ വെച്ചെടുക്കും. ഓ എന്തൊക്കെ ജീവിതം അങ്ങനെ തന്നെ കജ്ജിയ. അതൊന്നും സംശയമില്ല. പെണ്ണുങ്ങൾ പേടിച്ച് ജീവിച്ചൊരു ചങ്ങായി. തൃക്കാവടി മാർക്ക്. അതിന്റെ മേടിക്ക് ഇങ്ങനെ വെച്ചെടുക്കുക. ഇങ്ങനെ കത്തിക്കൊള്ളു. എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നീലകരി ഫുള്ള് സെറ്റായി. കരിപ്പൊക്കെ തൊട്ട് അടുത്തോട്ടെ. കരി നനഞ്ഞിനോ? കരിപ്പൊ കിണറ്റുന്നേ. പുതിർത്തടുക. കരിപ്പൊ കിണറ്റ് നിർത്തല്ല. ഇങ്ങനെ പുകഞ്ഞ് ഇങ്ങനെ കത്തണം. ആ കർപ്പൂരം നായ കത്തിച്ചു കളയല്ലോ. കത്തിച്ചു ഓരോ ലൈൻ ഇടുന്നത് ക്ലബ് കത്തിച്ചാണ്. ലോകമേ നിഗമത്തെ ഇതിങ്ങനെ മിന്നാൻ എന്തെങ്കിലും ആ പാത്രത്തിന്റെ അടപ്പില്ല എടുത്താ. കാര്യത്തിൽ കത്തിച്ച കാര്യത്തിലുണ്ടെങ്കിൽ നമുക്ക് കത്തിച്ചോ. ഇതിങ്ങനെ കത്തിക്കോട്ടെ. ഓക്കെ, ഞാൻ ഇറക്കി എന്തിട്ട് അടങ്ങി അഭിപ്രായം പറയാം. ഉണ്ടാക്കി ഫോണിൽ ഇരിക്കൂല, അതാണ് അഭിപ്രായം പറയാം. അതല്ല, അതുകൊണ്ടല്ല. ഇതുകൊണ്ട് നടക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മീനിക്കിന്റെ പൊടി മൊത്തവും എത്ര ഉണ്ട് നീ സാം? കൊണ്ടിപ്പോയി സെപ്റ്റിക് കയറട്ടോ. വായനല്ലേ എന്നാ പിന്നെ ഇത് മറ്റേ ഈ വാദ പൊട്ടല്ലേ? ഇത് ഇതാവില്ലോട്ടോ ഞാമേ. ഇത് മരക്കൊള്ളിയാണ്. ആ പൊടിഞ്ഞിടാമയാ. അപ്പൊ കിണറ്റ് നിർത്തി വരിക. കർപ്പൂരം ഇഞ്ഞുണ്ടോ വീടില്? കർപ്പൂരം നല്ല മണം കേട്ടോ, വൈബ് വേണം. ബദാം ചുട്ടാലോ? ബദാമാണോ? ബദാം ബദാം. ദിസ് ഈസ് ബദാം.
കർപ്പൂരം കഴിഞ്ഞ തീപ്പെട്ടി കൊള്ളി കഴിഞ്ഞു പുതിയ ഐഡിയ This is badam. കർപ്പൂരം ഉണ്ടെങ്കിൽ കത്തിച്ചാന്ന് കൊറേ നേരത്തെ ഈ പറഞ്ഞല്ലേ കർപ്പൂരത്തിന് അതിന്റെ അടിയിൽ തിജുണ്ട് അതൊന്നിങ്ങനെ മിന്നണം. എന്നാള് കർപ്പൂരം ഇങ്ങനെ കത്തിച്ചിട്ട് അതിന്റെ അടിയിൽ കനലുണ്ട്. കനലുണ്ട് അത് ഇങ്ങനെ മിന്നി മാറിക്കൊണ്ടോ ഇത് കഴിഞ്ഞാ കഴിഞ്ഞു തീപ്പെട്ടി കൊള്ളി കഴിഞ്ഞില്ലേ ലഞ്ചൊരു പൂതി കൊറ്റേന്റെ പൂതി നടക്കട്ടെ. ഇതിപ്പോ ഒരാൾ മരിച്ചെടുക്കാണല്ലോ. എന്റെ പൂതിക്ക് ഓരോന്ന് കത്തിച്ചാ ഓക്കെ സമയം കനലൊരു സാധനം കൊടുന്ന മിന്ന അല്ല എവിടെ ഓവൺ ഉണ്ട് ആരെ പേരിൽ ഓവൺ ഉണ്ട് ഫുള്ള് ഇവിടെ വേറെ നോക്കി ഇതും കൂടി കത്തിയാ കഴിഞ്ഞു. മാക്സിമം ഞാൻ മീനെടുത്താണ്ട് പോകും അപ്പൊ എനിക്കിലേറെ 1.5 മണിക്കൂറുള്ള എനിക്കൊക്കെ ഇല്ലാത്തത് ഇങ്ങനെ കുത്തിരിക്കുക. ഇവിടെ ഇത് തീരുമാനമാവൂല. തിജ് പിടിച്ചിട്ടാണ് കണ്ടോ. ഇതാണ് ചെയ്യേണ്ടത്. കൊറേ നേരത്തെ ഞങ്ങളോട് പറയുന്നത്. ഞാനും അതാ വാർക്കും കൊള്ളിമേ പിടിച്ചതേ അതന്നെ ഇത് ബാക്കി പോയി തരും ഇവിടുന്ന്. നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി തന്നെ വരി പോയി പോയി പോയി. അഭിപ്രായം ഏത് തിജ് നിങ്ങള് കത്തിച്ചിട്ട് ഇതൊന്ന് പോയി തരും ഇവിടുന്ന്. നമ്മളെന്ത് ചെയ്യും പണിയായിട്ട് നമ്മളോട് സൂര്യടിച്ചിരിക്കണം. നമ്മളെ കാര്യം ചെയ്യാം. ഇവരെ 2 ബോർഡ് തോൽപ്പിക്കും. പോയിക്കൊണ്ട് എന്തെങ്കിലും മുട്ടിക്കണ്ടാണ് മുട്ടിക്കണ്ടോ അമിന രണ്ട് മണിക്കൂറായി കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കോലൈനെ നമ്മുടെ മീൻ മീൻ ചുടൽ നല്ല ആവൂലി 2 ആവൂലി. ഇതാണ് മീൻ നമ്മളോ ഇതോ കൈയോടെ ബ്ലോഗ് എല്ലാവരും കാണിട്ടോ. അടുത്ത കൊല്ലം ബ്ലോഗ് ചെയ്താണ് ഞാൻ പൈസ അതിനൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അതെല്ലാം പറഞ്ഞത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബട്ടർ പിടിച്ചുകൊണ്ട് കിടോ. അപ്പോൾ നമ്മളെ അടുത്ത മീൻ കത്തുണ്ടോ തിരിച്ചു കത്തിച്ചിട്ടോ. കനൽ വേണമെങ്കിൽ അങ്ങനെ
നിസാം എന്തേക്കാരെ പോയതെന്നോ നമ്മൾ വീണ്ടും വായൻ്റെ കൊടുന്ന് ഇനി എന്ത് ചെയ്തു ഇത് വാടാൻ വേണ്ടി വെച്ചേക്കട്ടോ വായന ഇങ്ങനെ വാങ്ങാറുണ്ടല്ലോ നല്ല ചൂടുണ്ട് 10 വെച്ചാൽ പോയാ സ്മെല്ലുണ്ട് കേട്ടോ ആയിട്ടില്ല വലുതാണ്ട് ഉപയോഗിച്ചല്ലോ ഈ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ നല്ലോണം ആകണ്ട് കാരണം എന്താ വെച്ചാൽ അതിലാണ് കൊടുന്നാണ് കാണേണ്ടത് പൊറോട്ട ഉണ്ടാവും ഇതാണുണ്ടാവും കുരുമുളകും ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എല്ലാവർക്കും പിന്നെ നിങ്ങൾക്ക് ബട്ടർ പ്രശ്നമില്ല ജിമ്മാർക്ക് ആകെ പ്രശ്നം റൈസാരാ വരാറാവും കുറച്ച് കൂടിയോ കുറച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് മന്തി എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി റൈസ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോവാണ് ബാക്കി സാധനങ്ങൾ അവിടെ റെഡി ആക്കണം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ മന്തി വാങ്ങാൻ വേണ്ടി പോകും അങ്ങനെ മീനായി സുഹൃത്തുക്കളെ ടേസ്റ്റ് ഒക്കെ വേണ്ടേ വണ്ടിൻ്റെ അവിടെ ഇതെന്താ നോക്കാം നേക്കടോയി ഓതന്റിക് ആയിട്ടുണ്ട് ശരി വേണം ചോറ് എടുത്തതാ ഏത് ഇച്ചിരി ചോട്ടാ നല്ല അടിപൊളി അടുത്ത ഇങ്ങനെ ഇതിലിങ്ങനെ പിടിക്കുക മറിച്ചിടത് കുറച്ച് റൈസ് എടുക്കാൻ നല്ല ഇതിന് സമയം കഷ്ട അടിപൊളി ടേസ്റ്റ് ഉണ്ട് അത് മാറ്റി ചൂണ്ട് ചൂണ്ട് മാറ്റി അത് കഴിഞ്ഞിട്ട് എടുക്കാം എന്നാ ഇതടിച്ചാ ഇതിലൂടെ എടുക്കലടാ ഓക്കെ ചൂടുണ്ടാവട്ടോ ചൂടുണ്ടാവട്ടോ
എന്താണ് മറ്റേ തുറന്നല്ലേ ഏഴ് നീ അവിടെ ഉണ്ട് ഇനി. ഇത് തുറന്നൊക്കെ എന്നാലും ചൂടാരാ. അടുത്ത മീൻ കേട്ടോ. ഓ മൂന്നെ മസാല ചമ്പല്ലി കഴിക്കുന്ന മീനുണ്ട്. മസാല മുള്ളിട്ടാ കഴിക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. തുറന്നൊക്കെ മീനോ അല്ല പിന്നോ പിന്നെ കഴിക്കണ്ടേ? ഞാൻ കഴിച്ചു. അവിടെ എല്ലാവരും നോക്കിക്കണേ മേലക്ക്. സൂപ്പർ സാധനല്ലേ? കുഞ്ഞോനാണ്. ഇന്ന് ഫുഡ് പുള്ളി ചെയ്യാനാട്ടോ. മീൻ്റെ ഭംഗി നാല് മസാല ഞാൻ ഇവിടെ ഷവർമ വാങ്ങി പോകണം. വിശക്കുണ്ടോ? വിശക്കല്ല, കയ്യിനെ തീർത്തോട്ട് പോരാ. മന്തി ആക്കണം. മൊത്തം കഴിഞ്ഞേ. അന്നതന്നെ എടുക്കണേ. ഇത് അതന്നെ എടുക്കണത്. അന്നെ എടുക്കണേ. മോനെ കിട്ടാൻ വേണ്ടി കുറെ നേരം മല്ലി കെട്ടി. സംഭവം ഒരു നാല് ഫുള്ള് അൽഫാം ഉണ്ടാക്കാൻ അടിപൊളി മീൻ. സംഭവം നിനക്കറിയോ? നമ്മളെ ടൈമിങ് അയച്ചു. നമുക്ക് 8 മണിക്ക് തുടങ്ങണ്ടിരുന്നു. നക്കിക്ക് പോയി കഴിഞ്ഞ കുറച്ചൊക്കെ പോയാല് ബാക്കിയുള്ളവർക്ക് എടുത്താൽ മതി. എല്ലാരും നമ്മള് വിളിച്ചാണ്. കുറെ ആൾക്കാരെ വിളിച്ചാ കൂട്ടിക്കൊണ്ടുവരാൻ ഒന്നുമുണ്ടോ? ഇല്ല. ഞാൻ അതെങ്ങനെ കരുതിയാലോ ഈ വായനയിൽ ഉണ്ടാക്കിയത് ആദ്യം മീൻ പൊരിച്ച ബട്ടറിൽ പൊരിച്ചത് ആ മസാല അടുത്ത പരിപാടി ഇത് ഫുള്ള് ക്ലീൻ ചെയ്യുക.